ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കോമഡി ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ മലപ്പുറം ജില്ലയിൽ ജീവിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്നുള്ളത്. ഇത് കുറേ പത്ര ന്യൂസുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പല ആളുകളും സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. മലപ്പുറം ജില്ലയിൽ ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് അത് നമ്മൾ മുസ്ലിങ്ങളെ ഇടയിൽ ജീവിക്കാൻ എന്തോ ഒരു ക്രൂരത ചെയ്യാണ് എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ മലപ്പുറം ജില്ലയിൽ ജീവിക്കുന്ന ആളുകൾക്ക് അതല്ല നമ്മുടെ അടുത്ത് വന്ന ആളുകൾക്കും ഒക്കെ മനസ്സിലാവുണ്ടാവും ഞങ്ങൾ എത്രത്തോളം സ്നേഹത്തോട് കൂടിയിട്ടാണ് പെരുമാറുന്നത് എന്നുള്ളത്. അതിൽ ഞാൻ ഒരു 8 വർഷമായിട്ട് ഞാൻ ക്യാമ്പുകളിലും ഇതിലൊക്കെ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതും ഒരു സ്റ്റേറ്റ് ലെവൽ ക്യാമ്പുകളിൽ. ഇപ്പോൾ കൂടെ ഞാൻ 2 ദിവസം മുന്നേ 8 ദിവസമായിട്ട് ഒരു ക്യാമ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ക്യാമ്പ് സ്റ്റേറ്റ് ലെവലിൽ നടന്നതാണ്. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള ജില്ലയിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാ പാർട്ടിക്കാരുണ്ടായിരുന്നു, എല്ലാ മതക്കാരുണ്ടായിരുന്നു, എല്ലാ ജില്ലക്കാരുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ തമ്മിൽ ഒരു വാക്ക് തർക്കമോ അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇത് ഞാനൊരു 8 കൊല്ലമായിട്ട് കണ്ടിന്യൂ ചെയ്തു വരുന്ന കാര്യമാണ്. ഇന്ന് വരെ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. മലപ്പുറം ജില്ലയിൽ തന്നെയാണ് ഞങ്ങൾ ക്യാമ്പ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടുതലും ക്യാമ്പുകൾ മലപ്പുറം ജില്ലയിൽ തന്നെ ഇന്ന് ആദ്യകാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വരെ ഞങ്ങൾ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഞങ്ങൾ ഒരു പാത്രത്തിൽ നിന്ന് ഫുഡ് കഴിക്കലുണ്ട്, ഒരു ഗ്ലാസ്സിൽ നിന്ന് വെള്ളം കുടിക്കലുണ്ട്, ഒരു റൂമിലാണ് ഞങ്ങൾ ട്രെയിനേഴ്സ് എല്ലാവരും കൂടെ കിടക്കൽ എന്നുള്ളതാണ്. ഒരു റൂമിൽ എന്ന് പറഞ്ഞാലും പോരാ, ഞങ്ങൾ ഒറ്റ ഒരു ഇത് വിരിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ കിടക്കൽ. ഇന്ന് വരെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ എവിടെയാണ് ഈ പ്രശ്നങ്ങൾ എന്നുള്ളതാണ്. പ്രശ്നങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുണ്ടാക്കുകയാണ്. മറ്റുള്ളവരുടെ മനസ്സുകളിൽ വിഷം കുത്തിവെക്കുക എന്നുള്ളത്. നമ്മൾ സ്നേഹിക്കാൻ പഠിക്കുക. അവിടെ ജാതിയോ മതമോ പാർട്ടിയോ അല്ലെങ്കിൽ ജില്ലയോ ഒന്നും ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ്. അത് ഞങ്ങൾ പ്രൂവ് ചെയ്ത കാര്യമാണ്. ഇതിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ ഷെയർ ചെയ്യുന്നുണ്ട്. കാരണം വീഡിയോസുകളും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട്. പക്ഷേ ഞാനത് തൽക്കാലം ഇപ്പോൾ ഷെയർ ചെയ്യുന്നില്ല. ഞാൻ കാണിച്ചു തരാം. ഞാൻ അതിലുള്ള ഞങ്ങളുള്ള ഫോട്ടോസുകൾ. അതിൽ ഞങ്ങളുടെ കൂടെ സ്വാമിയുണ്ട്, ഞാനൊരു ബീവിയാണ്. എന്നിട്ട് പോലും ഒന്നിനും ഒരു തർക്കങ്ങൾ ഉണ്ടായിട്ടില്ല. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ സ്വാമിനെ സംബന്ധിച്ചിടത്തോളം പ്യുവർ വെജിറ്റേറിയൻ ആണ്. ആളെ ഭക്ഷണം റൂമിൽ പോയി കഴിക്കണം. അതിന് യാതൊരുവിധ പ്രശ്നങ്ങളില്ല. ഞങ്ങൾക്ക് നിസ്കരിക്കണം, ഞങ്ങളെ സമയമാകുമ്പോൾ ഞങ്ങൾ റൂമിൽ പോയിട്ട് നിസ്കരിക്കണം. അവർക്ക് പ്രാർത്ഥിക്കണം. എല്ലാവർക്കും അതേ രീതിയിൽ അവർക്ക് വേണോ ചെയ്യുക. അതിനാരും അവിടെ ഒരു തടസ്സങ്ങളോ പ്രശ്നങ്ങളോ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് വെറുതെ ഇനി വരുന്നൊരു തലമുറനെയും കൂടെ ലഹരി എന്നതിനെക്കാട്ടിലുപരി ലഹരി അവർ അത് കഴിച്ചിട്ട് അത് ബുദ്ധിയില്ലാതെ ചെയ്യാണ് എന്ന് വിചാരിക്കും. പക്ഷെ ഇത് ബുദ്ധിയുള്ള ആളുകളെ എന്താ പറയാ, വെറുതെ ചിന്തിക്കുന്നവർക്ക് എന്താ പറയാ, നമ്മൾ പറയലുണ്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തം ഉണ്ട് എന്ന് ഖുർആനിൽ പറയുന്നതാണ്. പല സ്ഥലങ്ങളിൽ പറഞ്ഞൊരു കാര്യം. അതൊക്കെയാണ് എനിക്കും ഇവിടെ പറയാനുള്ളത്. ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ അവരെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ മൈൻഡിനെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് തമ്മിൽ പകയും വിദ്വേഷവും ഒക്കെ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം. നമുക്ക് പടച്ചോൻ തന്ന ബുദ്ധിയും കോമൺ സെൻസും ഉപയോഗിച്ചിട്ട് നമ്മൾ ചിന്തിക്കാം. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. അത് ജാതിയില്ല, മതമില്ല, പാർട്ടിയില്ല, ഏതുമില്ല. എന്തിനാണ് ഇതൊക്കെ നോക്കേണ്ട ആവശ്യം? ജാതിയും മതവും പാർട്ടിയൊക്കെ നോക്കേണ്ട ആവശ്യം എന്തിനാണ്? ജീവിക്കണം, പരസ്പരം സ്നേഹിച്ചിട്ട് എല്ലാവർക്കും നമുക്ക് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിച്ച് നമുക്ക് പഠിച്ചു തന്ന സ്കില്ല് അത് മറ്റുള്ളവർക്ക് ഉപകരിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുത്ത് നമ്മളിങ്ങനെ ജീവിക്കുക എന്നുള്ളതാണ്. അല്ലാതെ തല്ലിച്ചിട്ടും ഇല്ലാത്ത കാര്യങ്ങൾ വെറുതെ പറഞ്ഞിട്ടും ഒന്നുമല്ല നമ്മൾ ജയിക്കേണ്ടത്. ഇപ്പോൾ ഈ പത്ര റിപ്പോർട്ടും ഒക്കെ എൻ്റെ അടുത്തുണ്ട് പ്രൂഫായിട്ട്. പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ തൽക്കാലം അതൊന്നും ഷെയർ ചെയ്യണില്ല. ഇത് കേട്ട ആളുകൾക്ക് ഞാനിത് എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്ന് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പാർട്ടിയോ കാര്യങ്ങളോ ഒന്നിനോടും ഞാൻ കൂടുതലായിട്ട് ഇല്ലാത്തൊരാൾ തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എന്നെ സ്നേഹിക്കുന്ന ആളുകളെ തിരിച്ച് ഞാൻ സ്നേഹിക്കും. നമ്മളെ ഉപദ്രവിക്കാത്ത ആളുകളെ നമ്മളും ഉപദ്രവിക്കാൻ പോകില്ല എന്നുള്ളത്. പക്ഷെ നമ്മളടുത്ത് പറയാൻ വരുന്ന ആളുകൾക്ക് തോറ്റു കൊടുക്കൂല കേട്ടോ. റിയാക്ട് ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ റിയാക്ട് ചെയ്യും എന്നുള്ളതാണ്. ആരെയും താത്തി കാണിക്കാനോ കുറച്ച് കാണിക്കാനോ എല്ലാം പറഞ്ഞത്. പക്ഷെ നിങ്ങൾ ചിന്തിക്കുക, നമ്മളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളെ, നമ്മളെ ഉപയോഗിക്കുന്ന ആളുകളെ മുന്നിൽ നമ്മൾ നിന്ന് കൊടുക്കണോ എന്നുള്ളത്. പടച്ചോൻ നമുക്ക് തന്ന ബുദ്ധി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചിന്തിച്ച് പെരുമാറുക. വെറുതെ ഇവിടെ വൈരാഗ്യവും വിദ്വേഷവും ഒക്കെ ഉണ്ടാക്കിയിട്ട് പരസ്പരം അടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. നമ്മൾ മലപ്പുറം ജില്ല ഇന്ന് വരെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ മറ്റുള്ളവരെ സ്നേഹിച്ച് ഏറ്റവും കൂടുതൽ ആതിഥ്യ മര്യാദയൊക്കെ കാണിക്കുന്ന ഒരു ജില്ല തന്നെയാണ് ഞങ്ങളെ മലപ്പുറം ജില്ല. അപ്പോൾ ഈ ഒരു മലപ്പുറം ജില്ലയിൽ ജനിച്ചതിൽ ഞാനും അഭിമാനിക്കുകയാണ്. ഇന്ന് വരെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മളതിൽ ഉണ്ടായിട്ടില്ല. ഇനി അത് ഉണ്ടാവാതിരിക്കട്ടെ, അത് ഉണ്ടാവാതിരിക്കണം എന്നുള്ളെങ്കിൽ ഇത്തരം ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചിന്തിച്ച് നമ്മളടുത്ത് ആരെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങളെ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കി എടുക്കാൻ പറ്റണം. നമ്മളോട് അങ്ങനത്തെ പ്രശ്നമില്ല എന്നുള്ളത്. ഈ ഫോട്ടോസുകൾ കണ്ടല്ലോ, ഇതിൽ എല്ലാ ജാതിയും മതവും ഞങ്ങൾ ഒരുമിച്ചിട്ട് തന്നെയാണ്, ഒരു പ്രശ്നമില്ലാതെ എന്നുള്ളതാണ്.
അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു ഫീൽഡിലുള്ളത് മാത്രമാണ് കേട്ടോ. ഇങ്ങനെ ഒരുപാട് ഫീൽഡിൽ ഞാൻ വർക്ക് ചെയ്യണതും എല്ലാവരും ഒരുമിച്ചിട്ട് തന്നെയാണ്. ഒരു പാർട്ടിയോ മതമോ ജാതിയോ ഒന്നും നോക്കാതെ തന്നെയാണ്. ഒരു പ്രശ്നം ഇന്ന് വരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തി കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക്